വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ചിക്കൻ കറിയാണ് കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുറേ നേരം കൊണ്ട് ഇളക്കി കൊടുക്കാനോ വഴറ്റാനോ ഒന്നും നിൽക്കാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ കറി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് സവാള, പിന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല പൗഡർ, വേണമെങ്കിൽ മാത്രം ചിക്കൻ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും മല്ലിയിലയും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമാണ് ചേർത്ത് കൊടുത്തത്. പക്ഷെ അപാര രുചിയാണ് കേട്ടോ ഈ ഒരു കറിക്ക്. അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 8 മിനിറ്റോളം കുക്ക് ചെയ്തിട്ടുണ്ട്. വീണ്ടും തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഒരു 3-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ. ഏറ്റവും അവസാനം ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയുള്ള ഒരു കറിയാണ്. അടുത്തതൊരു പരിപ്പ് കറി റെസിപ്പിയാണ് കേട്ടോ. തേങ്ങ ഒന്നും ചേർക്കാതെ വെക്കുന്ന പരിപ്പാണ്. ഇതിലേക്ക് പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, ഉള്ളി ഒരു 5-8 എണ്ണം, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് നെയ്യ്, പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. 3 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കുക്ക് ചെയ്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ച് ഈ തക്കാളിയും പരിപ്പും പിന്നെ ഉള്ളിയെല്ലാം നല്ലതുപോലെ ഉടയുന്ന രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഒരു കടായി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് കേട്ടോ. കായപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ കറിയുടെ മുകളിലായിട്ട് ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചൂടോട് കൂടി സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് കറി റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഒരു 8-10 എണ്ണം തൊലി കളയാതെയാണ് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ കുരുമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൗഡർ, മുളക് പൊടി, ഇതെല്ലാം എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ കായത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ, ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു പാത്രം വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഓയിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സിയിൽ പൊടിച്ചു വെച്ച ആ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടി. മസാല കരിയാതെ നോക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു തക്കാളി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഉടച്ചെടുക്കേണ്ടതുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പുളിവെള്ളം കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തത്. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. ഏറ്റവും അവസാനം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രസക്കറി റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. വെളുത്തുള്ളി ആ തൊലി കളയാതെ അടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈ ഒരു രസത്തിന്. അടുത്തത് തൈരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. തൈരിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു കടായി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുകാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ വേണ്ടത് ജീരകമാണ്. നല്ല ജീരകം ഉണ്ടല്ലോ, അത് ഒരു 1/2 ടീസ്പൂൺ, കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ ഒരു പച്ചമുളക് എരിവിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ സവാള നീളത്തിൽ അരിഞ്ഞത്, ഇതെല്ലാം കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ തന്നെ, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏറ്റവും അവസാനം ഇതിലേക്ക് തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു തൈരിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. ഏറ്റവും അവസാനം ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു തൈര് റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തത് മീനൊന്നുമില്ലാതെ മീൻ കറിയുടെ അതേ രുചിയിൽ ചെയ്തെടുക്കാവുന്ന ഒരു തീയൽ റെസിപ്പിയാണ്. ഇതിനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, അല്പം വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തത്.
പിന്നെ ഉള്ളി ഒരു 10-15 ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 5 വെണ്ടയ്ക്കയാണ് ഇതുപോലെ അരിഞ്ഞത്, അതൊന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കയും ഉള്ളിയൊക്കെ വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി വലുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഒരു മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും പിന്നെ പുളിവെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് താളിക്കുന്നതിന് വേണ്ടി ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കടുക് പൊട്ടി വരുമ്പോൾ വത്തൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയൽ റെസിപ്പിയാണ്. മീൻ കറിയുടെ അതേ ടേസ്റ്റിലാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് തേങ്ങ മാത്രം ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇവിടെ ബീഫ് റോസ്റ്റൊക്കെ വെക്കുമ്പോൾ ഈ ഒരു ഒഴിച്ചുകൂട്ടാനാണ് കേട്ടോ കൂടുതലും വെക്കാറ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഒരു പിടി തേങ്ങ, പിന്നെ നല്ല ജീരകം, പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം, ഉപ്പ്, പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇതിൽ ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ സാധാരണ താളിക്കുന്നത് പോലെ കടുക് പൊട്ടിക്കുക, പിന്നെ വത്തൽമുളക്, പച്ചമുളക്, കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് വേറെ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, തേങ്ങ മാത്രം മതി കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ്. ആ ഒരു പഞ്ചസാരയും കൂടി വരുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് നല്ലത്. ഇതിൽ തക്കാളിയോ അങ്ങനെ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒഴിച്ചു കൂട്ടാനായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കൂട്ടാനായിട്ട് ഇത്. പിന്നെ ഇപ്പോൾ തേങ്ങ അരച്ചത് ചേർക്കുന്നുണ്ട്. കുറച്ചൊരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. തിളച്ച് വരേണ്ട ആവശ്യമില്ല. ഫ്ലെയിം പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകൂട്ടാൻ റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഒരു തക്കാളി കറിയാണ് കേട്ടോ. അതിനായത് അടുപ്പിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ചെറുതായി അരിഞ്ഞ ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി ചതച്ചത്, പച്ചമുളക് 2 എണ്ണം എരിവിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചൊരു 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അടച്ചു വെക്കുമ്പോൾ തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൗഡർ, പിന്നെ കുറച്ച് കുരുമുളക് പൗഡർ, ഇത്രയാണ് ചേർത്തത്. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നുണ്ടോ ലെങ്തി ആവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.